ഹല്ലേലൂയ. ആര് വചനം ഷെയർ ചെയ്താലും ഹല്ലേലൂയ, അത് വേണ്ടതുപോലെ നമ്മൾ കേട്ടിട്ടില്ലേ, ബെരോവയിലെ ജനങ്ങൾ അത് അങ്ങനെ തന്നെയോ എന്ന് ഹല്ലേലൂയ ഈ വചനമായിട്ട് പൊരുത്തപ്പെട്ട് നോക്കിയതുപോലെ നമ്മൾ കേൾക്കുന്ന വചനം അത് അങ്ങനെ തന്നെയോ എന്ന് നമുക്ക് വചനമായി ഒത്തു നോക്കേണ്ടതുണ്ട്. ഇന്നത്തെ കുറിവാക്യം നമ്മൾക്കൊന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 നമ്മളിന്ന് കുറിവാക്യമായിട്ട് റൂട്ട് വേഴ്സ് അതാണ്. Today's verse for meditation is taken from Ephesians chapter 6 verse. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. Today's meditation is taken from Ephesians 6 verse 10. It reads as, finally, be strong in the Lord and in his mighty power. Put on the full armor of God so that you can take your stand against the devil's schemes. നമ്മളുടെ ഈ വചനത്തെ ഏൽപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, വചനത്തെ വേർതിരിച്ച് പൊരുൾ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഈ വചനം പതിയേണ്ടതിനും അത് ഞങ്ങൾക്കൊരു വിടുതലായി മാറേണ്ടതിനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കയറി വന്നതുപോലെയല്ല കർത്താവേ, തിരിച്ചു ഞങ്ങൾ പോകുമ്പോൾ അപ്പാ ഞങ്ങളുടെ ആത്മമനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ഇറങ്ങിപ്പോവേണ്ടതിന് അപ്പാ ഒരു വ്യത്യാസമില്ലാതെ ആരും ഇവിടെ നിന്ന് കടന്നു പോകല്ലേ കർത്താവേ. ഹല്ലേലൂയ, സഹായിക്കണേ അപ്പാ. വചനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വചനം പൊരുൾ തിരിച്ചു തരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ വചനത്തിന്റെ ടോപ്പിക് ആണ് ദി വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഒരു ജയകരമായ ജീവിതം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. The theme for today's meditation is how to have a very successful life, in a successful spiritual life. How you can have a successful spiritual life. നമ്മൾ എല്ലാവരും ഒരു ജയ ജീവിതം അനുഷ്ഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. All of us are desiring that we will have a very powerful walk with God, a very successful walk with God. കർത്താവിൽ നമ്മൾ രക്ഷ നേടി, രക്ഷ ഏറ്റെടുത്ത് കർത്താവിൽ കൽപ്പനകൾ അനുസരിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നാണ്. Once you receive the salvation from God and you have surrendered yourself for baptism and surrendered your life to walk with God, our main aim is to walk very victoriously and successfully with our Lord Jesus Christ. നമ്മളെ ദൈവം വിളിച്ചത് എങ്ങനെയാ? മോർ ദാൻ കോൺകറേഴ്സ് ആയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ആവാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. Bible says that God called us to be more than conquerors in all our areas of life. But today, let us use this time to evaluate our life to see if we are able to be conqueror in all areas of our life. യഥാർത്ഥമായും ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറഞ്ഞിട്ട് ഞാൻ എന്നോടാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷമാണ് വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് വരുകയുള്ളൂ. കാരണം ഇത് ഇരുവായ്ത്തല വാളാണ്. ആദ്യം എന്നെ വെട്ടിയിട്ടേ നിങ്ങളെ വെട്ടുകയുള്ളൂ. അതുകൊണ്ട് എന്നോടുകൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. I am sharing this word with much humility because the word is a double-edged sword. First the word will pierce me, then only it will pierce into your hearts. So I am sharing this message, keeping me in my mind, so that the word will first change me and then the word will touch you. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനയോടെ ഇന്ന് ജയകരമായൊരു ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നതെങ്കിലും നമ്മുടെ മുൻപിൽ പ്രധാനപ്പെട്ട 2 വെല്ലുവിളികളാണുള്ളത്. Even though we desire in our heart that we want to live a victorious life, victorious spiritual life before God, we have 2 challenges that will stay in front of you. ഈ ജയകരമായ ജീവിതം എന്ന് ഞാൻ പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചുറ്റും പ്രതികൂലങ്ങൾ ഉണ്ടാകാം. എന്നാലും ആ പ്രതികൂലങ്ങളെ കർത്താവിൽ നമ്മൾ വെട്ടി മുന്നേറുന്നവരായാണ് നമ്മൾ ജയജീവിതമായ ക്രിസ്തീയ ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു കഷ്ടതയും പ്രയാസവും ഇല്ലാതെ നമ്മൾ എപ്പോഴും സമ്പന്നരായും സന്തോഷം ആയും ഒരു ഉറങ്ങിയ ലൈഫ് ജീവിക്കാൻ എന്നുള്ളതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. When we talk about victorious life,
what I want to communicate to you is that not that there will be no problem, but even if there are many problems around your life, in the middle of that, God should be able to lead you in a very victorious way. Where not having any problems or not having any challenges in life, your life will go like as though it is in a sleeping position, very smooth and everywhere. This is not the sign of victory. We will see the details that Chechi will share with us. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടില്ലെന്ന് വരാം, എന്നാലും കർത്താവിലുള്ള Sometimes the Red Sea may not be split in front of you when you stand, but the grace that God has given you, നമുക്ക് ആ കടലിന് മീതെ നടന്നു പോകാനുള്ള ഒരു കൃപ ദൈവം തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. when the Red Sea does not split into two in your case, then we need to ask God for grace so that we may walk above the water with the power of God. അതുകൊണ്ടാണ് നമ്മൾ മോർ ദാൻ കോൺക്രേഴ്സ് എന്ന് പറയപ്പെടുന്നത്. That is why Bible calls us to be more than conquerors in our life. അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഏതൊക്കെയാണ് നമ്മളെ പ്രധാന വെല്ലുവിളികളായി നമ്മൾ നേരിടേണ്ടി വരുന്നത്? What are the main challenges that we will face in our life? ഒന്ന്, നമ്മൾ വിചാരിക്കും എപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്നത് ശത്രു മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഒന്ന് ശത്രുവാണെങ്കിൽ, രണ്ട് നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ ഫ്ലഷ് ആണ്, നമ്മുടെ ജഡമയമായ സ്വഭാവങ്ങളാണ്. Many times we think only that the devil is the reason for our attack, but we should understand that even though number one reason will be the devil, but the second reason will be our own flesh. It will fight against us. പലപ്പോഴും നമുക്കിത് തമ്മിൽ വേർതിരിച്ച് മനസ്സിലാവാറില്ല. ഇത് നമ്മുടെ വെല്ലുവിളി ഇതിൽ ഏതാണെന്ന് പലപ്പോഴും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. ഇന്ന് നമുക്ക് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Many times we are not able to differentiate whether the attack is coming from devil or maybe attack is coming from our own flesh itself, because we cannot differentiate where the attack is coming from. Many times we are suffering. So today I hope God will help us to learn how to differentiate whether attack is coming from devil or attack is coming from our own flesh. ഇന്ന് നമ്മൾ വചനത്തിൽ നിന്ന് ആ വെളിപ്പാട് സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിടുതൽ ആരംഭിക്കും. ഹല്ലേലൂയ. Today when you receive this revelation from the word of God, that same time itself your deliverance will begin to work. നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന് പ്രധാനപ്പെട്ട രണ്ട് റോളാണുള്ളത്. The enemy, the devil or the enemy has two major roles in your life, two major function in your life. First one, അതായത് പ്രലോഭിപ്പിക്കുന്നവൻ ആണ്. The first role that the devil does is he is the one who will come and bring all the temptations in front of you. അടുത്ത റോൾ, അവൻ വഞ്ചനയുടെയും ഭോഷ്കിന്റെയും ആയുധം വെച്ചാണ് നമ്മളെ കീഴടക്കുന്നത്. Second thing that the devil will do is he uses deception and lies, and he uses a deceiving spirit and lies to take advantage over us. ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് സ്ട്രാറ്റജീസ്. ഒന്ന് പ്രലോഭനവും ഒന്ന് വഞ്ചനയുടെയും ഭോഷ്കിന്റെയും ആത്മാവ്. So the devil uses two main strategies. One, he will come and tempt you with your area of weakness. Two, he will come with deceiving. He will deceive you and he will try to bring a deception. He will try to cheat you and make you to fall into sin. നമുക്ക് ആദ്യം പ്രലോഭനം, അതായത് ടെംപ്ടേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. First we will meditate on how the devil will tempt us. ടെംപ്ടേഷൻ എന്ന് പറഞ്ഞാൽ ടെംപ്റ്റർ പ്ലസ് ഫ്ലഷ് ആണ് ടെംപ്ടേഷൻ ആയിട്ട്, ഒരു സിൻ ആയിട്ട് വരുന്നത്. What is temptation? Temptation is a combination of tempter and flesh. When tempter and flesh come together or agree together, it becomes a temptation. ടെംപ്ടേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശത്രു എന്താ? നമ്മുടെ അടുത്ത് കുറച്ച് പ്രോഡക്ട്സ്, സിൻസിന്റെ പ്രോഡക്ട്സുമായിട്ട് എന്ന് നമുക്ക് പറയാം. പാപസംബന്ധമായ ചില ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മുടെ
നമ്മളെ വീക്കായിരിക്കുന്ന സമയത്ത് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജഡം അതിനോട് പ്രതികരിക്കുന്ന രീതിയിലാണ് നമ്മൾ സിൻ ചെയ്യുന്നത്. The devil usually will come with a list of products and types of sins that will make us to respond to these sins. Depending on how you respond to these products, then devil will use these to tempt you. ഇത് നമ്മുടെ വീടിന് മുമ്പിൽ ഒരു സെയിൽസ്മാൻ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവന്ന് വിൽക്കാൻ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, വേണമെങ്കിൽ വാങ്ങാതിരിക്കാം. ഇത് നമ്മുടെ കയ്യിലാണ് അതിന്റെ ഫൈനൽ സ്റ്റെപ്പ് ഇരിക്കുന്നത്. Same way how a salesman will come with many products in his bag and come to your house and knock the door and ask you, do you want to buy all these products? It is totally up to you to decide whether you want to take from the salesman or you want to reject everything from him. ചില സെയിൽസ്മാൻമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല വാക്ചാതുര്യമുള്ളവരായിരിക്കും. അവർ വാക്കിൽ നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. Many times you will notice that the salesman has they are very efficient with their tongue. They will twist the words and convince you to buy their products. നമ്മൾ ഡോറ് തുറന്നിട്ട് വേണ്ടാന്ന് പറയാനാ ചെല്ലുന്നത്. ഇപ്പൊ ഒന്നും വേണ്ട എന്ന് പറയാൻ വേണ്ടി നമ്മൾ ചെല്ലുമെങ്കിലും അവരുടെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ച് അവരത് ബാഗ് ഓപ്പൺ ചെയ്ത് ഓരോന്ന് കാണിച്ച് നമ്മൾക്ക് അത്യാവശ്യമുള്ളതാണെന്ന് നമ്മളെ കൺവിൻസ് ചെയ്യാനിടയാവും. Many times we go with the intention, we want to open the door and say, no brother, we don't want any of your products. We go with that intention, but once you open the door and talk to them, because of the sweet talk and because of the strategy of selling, many times we end up buying many things or we are not able to say no to them. അപ്പോൾ ഫൈനൽ നമ്മുടെ കയ്യിലായിരിക്കുന്നത് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു നല്ല കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. But the last decision always remains with you and me, whether we want to buy it or we don't want to buy it. പലപ്പോഴും ഈ ടെംപ്റ്ററായ സാത്താൻ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ വീക്ക് പോയിന്റ്സ് എല്ലാം അവൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. Devil will always come and approach you only after knowing all the weak areas in your life. നമ്മുടെ മനസ്സ് വായിക്കാൻ അവന് കഴിവില്ല, കാരണം ഹൃദയ നിരൂപണങ്ങൾ യഹോവയ്ക്കുള്ളതാണ്. He cannot read the thoughts of your mind because only God, the Spirit of God only can analyze and search the deep thoughts of man. The devil cannot do that. സാത്താൻ ചെയ്യുന്നത് നിത്യമായി നമ്മളെ നിരീക്ഷിക്കാൻ ഇടയാവും. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മുടെ സ്വഭാവം എങ്ങനെയാ, നമ്മൾ എങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന് ഭയങ്കരമായി ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബലഹീനതകളെ അവൻ കണ്ടെത്തുന്നത്. Devil will analyze you, how you react, how you handle certain situations, how you are behaving. Then only based on that only he will bring the temptations into your life. അതുകൊണ്ട് തന്നെ എന്ത് തന്ത്രങ്ങൾ പ്രയോഗിക്കണമെന്ന് നല്ല അറിവോടുകൂടെയും നല്ല ഒരു അതിൽ ഒരു വലിയൊരു ഉറപ്പോടുകൂടെയുമാണ് പലപ്പോഴും അവൻ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. So that's why the devil comes, whenever the devil approaches you, devil is very confident because the devil is clear about the strategies and he is very clear about your area of weakness. He knows in this area if he brings the sin, definitely you will fall. അതുകൊണ്ട് ഈ പ്രലോഭിപ്പിക്കുന്ന സാത്താൻ നമ്മുടെ അടുത്ത് വരുന്നത് കൊണ്ടല്ല നമ്മൾ ആ ടെംപ്റ്റേഷനിൽ അകപ്പെടുന്നത്. ഇത് നമ്മുടെ അകത്തുള്ള ജഡം അതിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ അതിൽ അകപ്പെടുന്നത്. So here we see that we don't fall into sin because the devil brought the temptation. We fall into sin because our flesh responds to the temptation that the devil brings, and our flesh goes and want to commit the sin. This is why we fall into temptation. നമുക്ക് ഉൽപ്പത്തി ഫസ്റ്റ് ബുക്കാണല്ലോ നമ്മുടെ ഉൽപ്പത്തിയിൽ എങ്ങനെയാണ് ഹവ്വ ചതിക്കപ്പെട്ടതെന്ന് വഞ്ചിക്കപ്പെട്ടതെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ സർപ്പം വന്ന് അവളെ ചതിക്കാൻ ഇടയായത്. Okay. The book of Genesis is the first book in the Bible. There we see how the devil tempted Eve, Adam and Eve, and how he deceived her and cheated her into believing the devil's word more than God's word. വേറെ ഒന്നുമല്ല, ദൈവത്തെ പോലെ നിങ്ങൾക്ക് ആവണമെങ്കിൽ എന്ന് പറഞ്ഞ് അവനെ അപ്രോച്ച് ചെയ്ത് വേറൊന്നും അവരെ
സ്വാധീനിക്കില്ലെന്ന് അവൻ അറിയാം. ദൈവത്തെ പോലെ ആകുക എന്നുള്ളതാണ് ഇനി അവരുടെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത പടി അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തെ പോലെ ആകണമോ എന്ന് ചോദിച്ചിട്ടാണ് അവൻ ഹവ്വയെ അപ്രോച്ച് ചെയ്തത്. So the devil approached Eve, asking her, by giving her the temptation that you can become like God itself. Devil knows that no other trick will work because God provided all their needs in the garden, all their necessities, everything they want already God gave in the garden. The only next step available is for her to become like God itself. That's why the devil said, if you want to become like God itself, then you can go and taste this fruit. Like that, he deceived her and tempted her to disobey God. ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികളിലും ഏറ്റവും കൗശലക്കാരനായിരുന്നു പാമ്പ്. The serpent was very crafty than all other animals that God created, wild animals that God created. അവന്റെ ആദ്യത്തെ ചോദ്യം നമ്മളൊന്ന് കേൾക്കുകയാണെങ്കിൽ അറിയാം, വാസ്തവമായും ഈ തോട്ടത്തിലെ ഒരു വൃക്ഷഫലവും തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചേ. ശരിക്കും പറഞ്ഞാൽ ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല, ആകെ ഒരെണ്ണം മാത്രമേ തിന്നരുതെന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ പാമ്പിന്റെ ചോദ്യം എന്തായിരുന്നു? വാസ്തവമായും ഈ ഒറ്റ വൃക്ഷഫലവും തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? അത് അവന്റെ ഒരു ഭയങ്കര ടാക്ടിക് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. How the devil tempted Eve, he went and asked her a very tactical question that did God ask you not to eat from any tree in the garden? Actually, God did not say not to eat from any tree. God said don't eat only from these 2 trees. Rest all the trees they could eat. But the devil also knows that, but he just to confuse her, to deceive her, to cheat her and make her to sin, he went and tactfully asked her, did God ask you not to eat from any tree in the garden? ഹവ്വ പെട്ടെന്ന് തന്നെ അതിന് നല്ലൊരു ആൻസർ കൊടുത്തു. ഇല്ല, അങ്ങനെയല്ല, ഞങ്ങൾക്ക് എല്ലാ ഫലവും കഴിക്കാം, പക്ഷേ നടുക്ക് നിൽക്കുന്ന ആ നന്മ തിന്മകളുടെ അറിവിന്റെ വിവേചന ആ ഫലം മാത്രമേ കഴിക്കരുത്, തൊട്ടുപോകരുതെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് എക്സ്ട്രാ ആയിട്ട് എടുത്ത് പറഞ്ഞു. Eve answered the devil very correctly and carefully. She told her that God did not say like that. God said you should not eat only from these 2 trees. And in fact, she added extra that God said not even to go and touch it, or if you touch it, you will die. പിന്നെ പാമ്പ് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ഒരിക്കലും ദൈവം പറഞ്ഞ പോലെ നിങ്ങൾ അത് കഴിച്ചാൽ മരിച്ചു പോകയില്ല എന്ന് അവൻ പറയാനിടയായി. So the serpent said, surely you will not die. ഓരോ അവന്റെ ആശയങ്ങളും ഓരോ രീതിയിൽ ആ മനോഭാവത്തെ ബിൽഡ് ചെയ്യുന്ന പോലെയായിരുന്നു. ഹവ്വയുടെ മനസ്സിൽ ആ വൃക്ഷഫലം കഴിക്കാൻ ഉള്ള ആഗ്രഹം ജനിപ്പിക്കുന്നത് പോലെ ഓരോ ടാക്ടിക്കലായിട്ടുള്ള ചോദ്യമായിരുന്നു അവൻ ഉന്നയിച്ചത്. Each step that the devil was talking to Eve, it was sowing the seed in Eve's heart and making that seed to grow, making that desire to commit sin to grow in her heart. This is how all his questions were placed. എല്ലാ ടെംപ്ടേഷൻസും 3 വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് നമുക്ക് all temptations are coming from 3 types which we will see now. നമുക്ക് വായിക്കാം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2:16. Let's read 1 John chapter 2 verse 16. 1 John chapter 2 verse 16. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. 1 John chapter 2 verse 16. For everything in the world, the cravings of sinful man, the lust of his eyes, and the boasting of what he has and does, comes not from the Father, but from the world. Hallelujah. The world and its desire pass away, but the man who does the will of God lives forever. നമുക്ക് ഉൽപ്പത്തിയുടെ 3-ാം അധ്യായത്തിലെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു. We also read in Genesis chapter 3 verse 6, when the woman saw that the fruit of the tree was good for food and pleasing to the eye and also desirable for gaining wisdom, she took some and ate it.
നമ്മൾ She also gave some to her husband who was with her and he ate it. യെസ്, നമ്മൾ വായിച്ച യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യത്തിൽ നമ്മൾ കാണുന്ന 3 ടെംപ്റ്റേഷന്റെ 3 ഭാഗങ്ങളായിട്ട് 3 ടൈപ്പ് ഓഫ് ടെംപ്റ്റേഷൻസ് ആണ്. ഹല്ലേലൂയ. അതായത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. We see that in 1 John chapter 2 verse 16 that temptation has 3 parts of it. What are the 3 parts? It is in the verse 16 says, cravings of the sinful man, the lust of the eyes, and boasting of what he has and what he does. ശരി, ലസ്റ്റ് ഓഫ് ദി ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് പ്രൈഡ് ഓഫ് ലൈഫ്, അങ്ങനെയാണോ? ലസ്റ്റ് ഓഫ് ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ഐസ് ആൻഡ് പ്രൈഡ് ഓഫ് ലൈഫ്. NIV-യില് ഇങ്ങനെയാ, മേ ബി അത് കേബിളിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഹവ്വ നോക്കുമ്പോൾ ഫലം തിന്മാൻ നല്ലതെന്ന് കാണുക. അത് തിന്മാൻ നല്ലത്, വളരെ അത് തിന്മാൻ നല്ലതാണെന്ന് കാണുന്നതിനെ ജഡമോഹമായിട്ട് നമുക്കിവിടെ പറയാം. അതായത് Here we see that Eve said it is good to, it was pleasing to the eye. The food was pleasing to the eye. So this one we can compare it to the lust of the eyes. അത് കാണാൻ നല്ലതെന്ന് കണ്ടത് കണ്ണിന് ഇഷ്ടം ഉള്ളതായത് ലസ്റ്റ് ഓഫ് ഐസ്. അതുപോലെ അത് കഴിക്കാൻ നല്ലതെന്ന് കണ്ടത് അത് ലസ്റ്റ് ഓഫ് ഫ്ലഷ്, ജഡമോഹമായിരുന്നു. So when it was pleasing to the eye, we can compare it to being lust of the eyes. And it was, Bible says the fruit was good for food. That we can compare it to having lust of the flesh. So lust of the eyes by seeing and lust of the flesh by eating. അടുത്തത് ജ്ഞാനം പ്രാപിക്കാൻ അത് കാമ്യമെന്ന സ്ത്രീ കണ്ടു. അതായത് അതിനെ നമുക്ക് ജീവനത്തിന്റെ പ്രതാപം ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. And the third part in the verse was also it was desirable for gaining wisdom. So this you can compare with boasting of, or the pride of life, or boasting of what he has and does. ആമേൻ. ബോസ്റ്റിംഗ് ഓഫ് ലൈഫിൽ വരുന്നതാണ് പ്രധാനമായിട്ടും അഹങ്കാരം, നമ്മൾ ഒരുപാട് ഉയരണമെന്നുള്ള ആഗ്രഹം, ദൈവപരിജ്ഞാനത്തിന് വിരോധമായുള്ള ഉയർച്ചകളെല്ലാം ആ ബോസ്റ്റിംഗ് ഓഫ് ലൈഫിന്റെ ഭാഗമാണ്. Boasting of life covers our desire to become very big, or to become someone very great in the world. All these emotions and these attractions that come for us to look very good, or to show us, all these things come which are not part of God's plan. These kind of emotions and things we want to do is becomes like the boasting of life or the pride of life. ദൈവത്തെ പോലെ ആകണമെന്ന ഹവ്വയുടെ ആഗ്രഹം അത് ഭയങ്കര ഒരു ജീവിതത്തോടെ മുന്നേറാം. ബോസ്റ്റിംഗ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ അവൾക്കത് ചിന്തിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഈ പാമ്പ് വന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തോന്നുകയാണ് ദൈവത്തെ പോലെ എനിക്ക് ആഗ്രഹം ആവണമെന്ന്. ആ ആഗ്രഹമാണ് ജീവനത്തിന്റെ പ്രതാപം, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന്റെയും ഒരു വേണ്ടാത്തൊരു ചിന്തയായിരുന്നു അത് പാമ്പ് അവളിൽ സൃഷ്ടിച്ചത്. When the serpent came and told Eve that if you eat the fruit you can become like God itself, this feeling or this desire became the reason why it attracted her, was to become like God itself. This was like the pride of life, or the arrogance in our life, where we want to be greater, or we want to be more better or more powerful than what God has expected from us. This is where we fall into sin. ജഡമോഹം എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ജഡമോഹം പ്രധാനമായും let us see where the sinfulness, the pride of the lust of the flesh, what all does it do, how it generates in our life, lust of the flesh. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ അഡിക്ഷൻസും, അല്ലെങ്കിൽ അത് ആൽക്കഹോളിസം ആവാം, ഡ്രഗ്സിനോടുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളോടുള്ള അഡിക്ഷൻ, ആഹാരത്തോടുള്ള അഡിക്ഷൻ, ഇതെല്ലാം ജഡമോഹത്തിനെ നമുക്ക് ആണെന്ന് നമുക്ക് കരുതാം.
all types of addictions of the world, all types of addictions are smoking, drinking, alcohol, drugs, sexual addictions, eating addictions, all kinds of addictions, they fall under the category of lust of the flesh. പലപ്പോഴും ഈ അഡിക്ഷൻസിനെയാണ് പിശാച് നമ്മളെ ആ ഒരു പ്രലോഭനത്തിൽ വീഴാനായിട്ട് ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ആയിട്ടുള്ള തന്ത്രങ്ങൾ. Most of the time, devil will come marketing certain addictions which are applicable for us in our life. അടുത്തത് ലസ്റ്റ് ഓഫ്, അതായത് കണ്ണുകളുടെ മോഹം, കൺമോഹമാണ്. അത് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ് കൺമോഹം. Lust of the eyes is what you see, you desire in your heart, that you want to take it, you want it to become yours, or you want yourself to become great. This is the lust of the eyes. ആ വൃക്ഷഫലം കാണാൻ ഭംഗിയുള്ളതെന്ന് ഈ ഹവ്വയ്ക്ക് തോന്നിയതാണ് അതെടുത്ത് അത് കഴിക്കാൻ ടെംപ്ടേഷൻ ഉണ്ടാക്കിയത്. When Eve saw that the fruit was good for food and pleasing to the eye, that only tempted her to go and take the fruit. It was pleasing to the eye. പലപ്പോഴും നമ്മളെയും ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ ലോകത്തിന്റെ മനോഹാരിത കാണുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ആയി തീരണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും നമ്മളെ ടെംപ്ടേഷനിൽ വീഴ്ത്താറുണ്ട്. Many times we are also tempted to act and behave and do like how the people of the world are doing. This is called lust of the eyes. What the eyes see, the eye is desiring, and the eye wants to bring us to take it or to be like that or to do like that. This is all part of lust of the eyes. അതുപോലെ നമ്മുടെ അഹങ്കാരം, വലിയ പദവികളോടുള്ള വലിയ ആഗ്രഹങ്ങൾ, അഫിനിറ്റികൾ, അതുപോലെ മറ്റുള്ളവരെക്കാൾ ഞാൻ കുറച്ചുകൂടെ നല്ലതാണെന്ന് എന്നെ കാണിക്കണമെന്നുള്ള ആഗ്രഹം, അതുപോലെ ഞാൻ ഏറ്റവും നന്നായിരിക്കണം, മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണെന്നുള്ള ആ വിചാരം, ഇതെല്ലാമാണ് നമ്മുടെ പ്രൈഡ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവനത്തിന്റെ പ്രതാപം. All the sins that come under pride of life is your desire that you should be better than others, and your desire that everyone else must be below me, or there is something special about me, I am always better than others. This kind of feelings and this kind of desire to gain many things so that you will be better than others, this is all coming from the pride of life and pride of what you have. അപ്പം നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്വഭാവങ്ങളും നമ്മളെ പ്രലോഭിപ്പിക്കാൻ വരുന്ന പ്രലോഭകനായ പിശാചും ഇത് രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് നമ്മൾ ആ പാപത്തിൽ അടിപ്പെടുന്നത്. So when there are certain elements in your flesh which is reacting to these temptations, and then when the devil brings the temptation, this combination of your flesh, the desire hidden in your flesh, matching with the temptation that the devil is bringing, then it will both combine and we fall into sin. നമുക്ക് ഈ കാര്യത്തിൽ നമ്മൾ ടെംപ്ടേഷനിൽ അകപ്പെടുമ്പോൾ പിശാചിനെ മാത്രം കുറ്റം വിധിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ കഴിയുകയില്ല. ഇത് രണ്ട് ഫാക്ടറും കൂടെ കൂടിച്ചേരുമ്പോഴാണ് അത് ഒരു പാപ സ്വഭാവമായി മാറുന്നത്. So when you fall into sinful nature, or you have this kind of pride of the life, pride of eyes, the lust of the flesh, the lust of the eyes, then it is not because only the devil brought the temptation, but because your flesh is also having the weakness or the desire to commit the sin. നമുക്ക് ഇനി മുതൽ നമുക്ക് അങ്ങനെ ഒന്ന് വേർതിരിച്ച് ചിന്തിക്കണം. ഈ പ്രശ്നത്തിൽ ഞാൻ വീണത് Hereafter we need to separate and see the situation. Why we fell into the situation is because devil brought it, and also there is one part of my flesh which made me to fall into sin. ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് അകപ്പെട്ട ഈ പ്രശ്നത്തിൽ എന്റെ പാർട്ട് എന്താണ്, അതുപോലെ ശത്രുവിന്റെ പാർട്ട് എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ചിലതിൽ നിന്ന് രക്ഷപ്പെടാനും ആ കെണിയിൽ നമ്മൾ അകപ്പെടാതെ നമ്മളും എടുക്കേണ്ടത് ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അവന്റെ സ്ട്രാറ്റജിക്ക് ഒരു ആന്റി ഡോട്ട് കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം സഹായിക്കും. If you analyze and see how you fell into temptation, what is your part, what is the part of the devil, how you both combine to fall into sin. If you segregate like this and see, then when the devil brings temptation,
and his strategies, we can also implement our strategy as an antidote and escape from these temptations. ഹല്ലേലൂയ. ഇനി ഇതിൽ നിന്ന് നമ്മളുടെ ശക്തി കൊണ്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്ന് വെച്ചാൽ അതായത് ഡിസിപ്ലിൻ ക്രിസ്തീയ ജീവിതത്തിലൂടെ ഒരു എന്താ പറയുക, ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തോടെ കർത്താവിനെ നമ്മൾ പാടിപ്പുകഴ്ത്തി വർഷിപ്പും ചെയ്ത് അതുപോലെ വചനം വേണ്ടും വിധം നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഫാസ്റ്റിങ്ങിലൂടെയും പ്രേയിങ്ങിലൂടെയും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിനായിട്ട് കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഗ്രാജുവലി നമുക്ക് നമ്മുടെ ഫ്ലഷിനെ അടക്കി വെക്കാൻ കഴിയുള്ളൂ. How we can overcome this? Bible teaches us through prayer, through worship, through songs, through reading of the word, through spending much time in fasting and praying. Then all the attack inside our flesh, it can be gradually removed. അതായത് ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ എൻറിച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൽ നമ്മളൊന്ന് എൻറിച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ബലപ്പെടാനും ജഡത്തെ ആത്മാവ് സപ്രസ് ചെയ്ത് വെക്കാനിടയാവും. When we do such kind of things, our flesh becomes suppressed and the Holy Spirit inside us becomes enriched, becomes very powerful. So when the Holy Spirit becomes very powerful, then it is easy for us to overcome and to suppress and completely remove the temptations for the coming from the flesh. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം കൊണ്ട് ഞാൻ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ ജയിക്കുന്നു. That is why we read in Romans chapter 8 verse 1:1, law of spirit of life help us to. We read in Romans chapter 8 verse 1, therefore there is now no condemnation for those who are in Christ Jesus, because through Jesus Christ, law of the spirit of life set me free from the law of sin and death. അപ്പോൾ നമ്മുടെ അടുക്കും ചിട്ടയോടുമുള്ള ക്രിസ്തീയ ജീവിതം എല്ലാ ദിവസവും കർത്താവിനുള്ള സമയം കൊടുത്തുകൊണ്ടും ദൈവവചനത്തിൽ നമ്മൾ വളർന്നുകൊണ്ടും പരിശുദ്ധാത്മാവിനെ നമ്മൾ എൻറിച്ച് ചെയ്യാനിടയാവുമ്പോൾ നമ്മുടെ ജഡം പരാജയപ്പെടുകയും നമ്മുടെ ആത്മമനുഷ്യൻ ബലപ്പെടുകയും ചെയ്യും. So every day if you have a disciplined walk with God, a very disciplined Christian walk with God, through praying, through reading the word and spending time with God every day, this discipline of walking with God will cause you to suppress the flesh and completely silence its power from your life. നമുക്ക് സാധാരണ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ 3 ചാപ്റ്റർ അങ്ങനെ വചനമൊക്കെ വായിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ ഒരു ദിവസവും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഒന്നും കൂടെ മടങ്ങി വരുള്ളൂ. നമ്മുടെ ആ ഡിസിപ്ലിൻ കുറവാണ് അവൻ മുതലെടുക്കാൻ ഇടയാവുന്നത്. Usually we sit and read 2 and 3 and 4 chapters in one day, and the next 2 days we will not pray or we will not read. We will again come after 3 days only. So this lack of discipline, the devil will take advantage over you and me. നമ്മുടെ സൗകര്യം അനുസരിച്ച് ദൈവവചനത്തോടും അല്ലെങ്കിൽ പ്രാർത്ഥനയോടും നമ്മൾ പ്രതികരിക്കാതെ നമ്മൾ ഈ കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളെ കുറച്ച് പിന്നിലേക്ക് നിർത്തി നമ്മൾ ആ ഒരു അത്യാവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ജഡത്തെ എല്ലാം കൺട്രോൾ ചെയ്ത് ആത്മാവിൽ ബലപ്പെടാൻ സാധിക്കുകയുള്ളൂ. If you can control yourself to honor God by following the disciplines of keeping first priority for prayer, first priority for reading word, then bringing all the other things as secondary, then it is easy for us to grow spiritually and overcome the temptations. പക്ഷേ ടെംപ്റ്ററായ സാത്താൻ എന്ത് ചെയ്യുന്നറിയോ, പല കാര്യങ്ങൾക്കും നമുക്ക് കൂടുതൽ പ്രയോറിറ്റി വരുന്ന വിധത്തിൽ അവൻ നമ്മൾക്ക് കൊണ്ടുതരാനിടയാവും. അപ്പോഴാണ് നമ്മുടെ വചനത്തിലും പ്രാർത്ഥനയിലുമുള്ള പ്രയോറിറ്റി നമുക്ക് കുറയാനിടയാവുന്നത്. അപ്പൊ അവന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. The devil will always come and make us to think that our priority or most urgent thing, most important thing to do is the other things in our life. He will make it appear like that. But we need to give the priority to God and keep all the other things as secondary. Then we can overcome these temptations. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്? സാത്താൻ നമ്മളുടെ അടുത്ത് പ്രലോഭകനായി ടെംപ്റ്ററായി വന്ന് നമ്മുടെ ജഡത്തെ ഉപയോഗിച്ച് നമ്മളെ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ കണ്ടത്.
what we saw so much time is how devil comes to us with the first part of being a tempter and bringing temptation into our life. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും നമ്മൾ കണ്ടു. ഇനി And we saw how to overcome this through the word of God. അടുത്തത് സെക്കൻഡ്, അവന്റെ ഒരു അടുത്ത സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ കടക്കുന്നത് ഡിസെപ്ഷൻ ഓഫ് സേറ്റ്, അതായത് അവന്റെ വഞ്ചന എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. We heard initially that devil comes into our life to attack two areas. One is through temptation, and the second one is through deception. So now we will see how deception affects our life. സാത്താനെ നമ്മുടെ വചനത്തിൽ എന്താ പറയുന്നതെന്നറിയോ? ഭോഷ്കിന്റെ പിതാവ് എന്നാണ് പറയുന്നത്. Bible calls the devil as the father of all lies. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും പിശാച് നമ്മുടെ ജീവിതത്തിൽ വഞ്ചന കൊണ്ടിടുന്നത് ഒരുപാട് ഭോഷ്കുകളിലൂടെ ആയിരിക്കും. So many times the devil will bring deception in your life by speaking many lies into your life. Lies about people, lies about situation, lies about future, about how many lies he will put in our hearts. വീണ്ടും നമുക്ക് ഏദനിലേക്ക് പോവുകയാണെങ്കിൽ ആ കൗശലക്കാരനായ പാമ്പ് ഹവ്വയുടെ അടുത്ത് വന്നിട്ട് ചില നുണകൾ, ചില ഭോഷ്കുകളാണ് പറയാനിടയായത്. If we go back again to the Eden garden and see what the devil told Eve, it will be full of lies that the devil tried to speak to her and to make her to fall into temptation. ആ സർപ്പം ഇങ്ങനെ പറയാനിടയായി, നീ വാസ്തവമായും മരിക്കുകയില്ല. The serpent told her, truly you will not die. അത് സത്യം പറഞ്ഞാൽ അതൊരു ഭോഷ്കായിരുന്നില്ലേ? അവർ ആത്മീകമായി മരിക്കാൻ ഇടയായി തീർന്നു. It was a big lie from the devil because spiritually, the moment they committed sin, that spirit died. അതുകൊണ്ട് പിശാച് പലപ്പോഴും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ചില വളരെ നമ്മളെ കുടുക്കുന്ന ചില നുണകളുമായിട്ടാണ് അവൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. Devil will come next to you and try to trap you by telling certain lies and to make you afraid so that you will sin. ആദ്യം അവൻ നമ്മളോടൊരു നുണ പറയാനിടയാവും, അത് 2-3 വട്ടം പറയാനിടയാവും. He will come and try to inject some lie into your life, and he will repeat that lie so many times until you believe it. ആദ്യം നമ്മൾ അതുമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ കാര്യമായി ചിന്തിക്കാൻ തുടങ്ങും. Even though first time you do not give attention to the lies of the devil, when the devil keeps on repeating it through different people or different circumstance, then even this lie will start to become like the truth for us. അത് കുറെ തോട്ട് പാറ്റേൺ ആയിട്ട് നമ്മുടെ മനസ്സിൽ കയറി പറ്റും. It will become new patterns or new thought patterns in your mind. അതിനുശേഷം അതൊരു ഫീലിംഗ് ആയി മാറും. നമുക്കത് ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. Then this thought pattern will now become like a new emotion, a new feeling in your heart. അതിനുശേഷം നമ്മൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. Then we will begin to believe it completely. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലായി അത് മാറാൻ തുടങ്ങും. Then this lie becomes a lifestyle. പിന്നീട് അതൊരു ബന്ധനമായി മാറും. Once it becomes a lifestyle, then it has become a bondage in your life. ഒരു പക്ഷെ നമ്മളോട് പറയാണ്, നിന്റെ ആ വേദന ഉണ്ടല്ലോ, ഒരു വേദനയിലൂടെ കടന്നു പോവുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്തായിരിക്കും വന്നിട്ട് പറഞ്ഞ, നിന്റെ ആ വേദനയുണ്ടല്ലോ ആ രോഗത്തിന്റെ ഒരു ലക്ഷണമായിരിക്കും എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ പതുക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും. ആ ചിന്ത പിന്നെ അതൊരു ഫീലിംഗ് ആയി മാറും. ആ ഫീലിംഗ് പിന്നെ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമായി മാറും. ആ വിശ്വാസം അത് നമ്മളുടെ ലൈഫിലേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ പോലെ വന്നിട്ടാണ് നമ്മൾ ഒരു ബന്ധനത്തിലാവാനിടയാവുന്നത്. Many times, if you imagine that you are praying for a pain in your body, the devil will come and bring a thought that this pain is maybe related to some very dangerous disease, and you will hear it many times in your heart and your mind until one day you will start thinking maybe this pain belongs to this disease or this area of my life, and that thought pattern will slowly become like
feeling and an emotion in you, and then you will begin to accept it in your life. Then it becomes a complete bondage in your life. അങ്ങനെയാണ് കോട്ടകൾ നമ്മുടെ ജീവിതത്തിൽ പണിയപ്പെടുന്നത്. പിശാചിനാൽ ചെറിയൊരു അടിസ്ഥാനത്തിന്മേൽ നമ്മളൊരു യെസ് പറയുമ്പോഴാണ് അതിൻ്റെ മേളിൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് പണിത് അതൊരു വലിയ സ്ട്രോങ് ഹോൾഡ്, ഒരു കോട്ടയായി തീരാനിടയാവും. Just because we accepted one lie from the devil, he will build huge structures on that one word and make a huge stronghold around our life. നമുക്ക് 2 കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 10:4 മുതൽ 6 വരെ വായിക്കാം. Let us read 2 Corinthians chapter 6 and 10. 2 Corinthians chapter 10 verse 4 മുതൽ 2 Corinthians chapter 10 verse 4 and downwards. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു എന്ന്. In 2 Corinthians chapter 10 verse 4 we see, the weapons we fight with are not the weapons of the world. On the contrary, they have divine power to demolish strongholds. We demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought to make it obedient to Christ. And we will be ready to punish every act of disobedience once your obedience is complete. ഹല്ലേലൂയ. ഇവിടെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സങ്കല്പങ്ങൾ ഞാൻ പറഞ്ഞ പോലെയാണ് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ചെറിയൊരു ഭോഷ്കായിരുന്നു. ആ ഭോഷ്ക്ക് നമ്മൾ അതിലൊന്ന് റെസ്പോണ്ട് ചെയ്യാനിടയായി. അതൊരു തോട്ട് പാറ്റേൺ ആയി വന്നു. അത് ജീവിതത്തിൽ അതൊരു വിശ്വാസമായി മാറി. അങ്ങനെയാണ് ആ സങ്കല്പങ്ങളാലാണ് ഈ ഒരു വലിയ കോട്ട അവിടെ ഉണ്ടായി വന്നത്. അപ്പോൾ Here we see that in 2 Corinthians 10 verse 5 that it talks about demolishing arguments and pretensions, strongholds of pretensions that are built in our mind because we accepted the word of the devil, because that word we accepted became like a thought pattern. That thought pattern became a belief in our heart that we are actually sick, and this belief made ourselves to be under bondage. ഒരിക്കലും പിശാച് വന്നിട്ട് ഡയറക്റ്റ് നമ്മളോട് യുദ്ധം ചെയ്ത് നമ്മളെ വെട്ടി തോൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മാനസിക മണ്ഡലങ്ങളിലാണ് അവൻ ഇതുപോലുള്ള തോട്ട് പാറ്റേൺ ഉണ്ടാക്കി വലിയ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ടാക്കുന്നത്. Devil will not come and fight you face to face. He will create such kind of thought pattern in your mind and make you to fail by yourself. അടിസ്ഥാനം മുതലേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു സ്ട്രക്ചർ ഉയർന്നു വരികയില്ലായിരുന്നു. From the beginning itself, if you are careful, then your mind will not build or be able to build such a big structure in your life. പല ദൈവ പദ്ധതിയിലും നമ്മൾ ഇതുവരെ എൻറ്റർ ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു വലിയ റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ വേണ്ടി പ്രാർത്ഥിച്ചും കാത്തിരിക്കുമ്പോൾ ഈ സാത്താൻ വന്ന് നമ്മളോട് പറയുന്ന ചില നുണകളിൽ നമ്മൾ വീണു പോയതുകൊണ്ടാണ് വലിയൊരു സ്ട്രോങ് ഹോൾഡ് നമ്മുടെ ജീവിതത്തിൽ വരികയും പല വാഗ്ദത്തങ്ങളിലേക്ക് നമുക്ക് കയറാൻ കഴിയാതെയും ഇരിക്കുന്നത്. Many promises and seasons of God we are not being able to enter and do anything because when we pray, devil would have come with some negative thoughts or some lies that he would have said. If you have accepted those lies or allowed the lie to go inside you, then that becomes a bondage and prevent you from working in God's plan. ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും നമുക്ക് ഇടിച്ചു കളയാനായിട്ട് നമ്മുടെ ആത്മീക ആയുധങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. We have to take our spiritual weapons so that we will demolish arguments and pretensions and we take captive of every thought that and make it obedient to Christ. ഇതിനെക്കുറിച്ചുള്ള റിയലൈസേഷൻ ആണ് ഇവിടെ പ്രധാനം. പലപ്പോഴും സ്ട്രോങ് ഹോൾഡ് ഉയർന്നു വരുമ്പോൾ നമ്മൾ അറിയുന്നതേ ഉണ്ടാവില്ല. ആ പണി ഫർണിഷ്ഡ് ആവുന്നത് വരെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തോൽവി ഈ കാര്യത്തിൽ.
the main reason why we fail is because we don't mind, we are causing our body to fall sick because of our thoughts. We don't realize it. ഹല്ലേലൂയ. പ്രോവേർബ്സ് 18:21, അതായത് സദൃശ്യവാക്യങ്ങൾ 18:21 പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിന്മേൽ ഇരിക്കുന്നു. അതിന് ഇഷ്ടമുള്ളവർ എന്താണ് പറയുന്നത്, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. In Proverbs chapter 18 verse 21, Bible says, tongue has the power of life and death. Those who love it will eat its fruit. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 12:37 പറയുകയാണ്, വാക്കുകളാലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്, വാക്കുകളാൽ തന്നെയാണ് കുറ്റം വിധിക്കപ്പെടുന്നത്. In Matthew chapter 12 verse 36, Bible says 37, it says, by your words you will be acquitted, by your words you will be condemned. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമുക്ക് ചെയ്യേണ്ടത്, ചില സ്ട്രോങ് ഹോൾസ് നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും ഹല്ലേലൂയ സാരമില്ല, നമുക്ക് അതിനെതിരെയായിട്ട് നമുക്ക് പ്രവചിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളെ നോക്കി നമ്മൾ പ്രവചിക്കുമ്പോൾ ആ കോട്ടകൾ തകർന്നു പോകാനിടയാകും. Today, if there are any strongholds in your life, God has given you authority to speak against it and to destroy those strongholds. You speak and prophetically it will destroy the stronghold in your life. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ അത് ജഡീകങ്ങളെ അല്ല, അത് കോട്ടകളെ ഇടിക്കാൻ ശക്തിയുള്ള ആത്മാവിന്റെ വെപ്പൺസ് നമ്മുടെ കയ്യിലുള്ളത്. The weapons God gave you and me, they are not physical weapons. It is only spiritual weapons, and these spiritual weapons, they will completely destroy the strongholds and the bondages. അതിനായി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് നമ്മൾ സബ്മിറ്റ് ആയിട്ട് ഓരോ വിചാരത്തെയും പിടിച്ചടക്കാനുള്ള അഭിഷേകം നമ്മൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. You have to receive from God, Lord, anoint me, help me. I want to bring under control all the thoughts of my mind so that we can be under this control of God. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 നമ്മുടെ റൂട്ട് വേഴ്സായിട്ട് നമ്മൾ വായിച്ചത് ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. In Ephesians chapter 6 verse 10, we see that strengthen yourself in the Lord. Verse 10, 6 verse 10, be strong in the Lord and in his mighty power. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. Also Bible says, put on the full armor of God so that you can stand against the devil's schemes. എന്തെല്ലാമാണ് ആ ആയുധം എന്ന് പറഞ്ഞിട്ട് ഞാൻ വചനത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇരുന്നുകൊള്ളാം. അരക്കച്ച, സത്യം എന്ന അരക്കച്ച നമ്മൾ കെട്ടണം. Okay. We have to wear the belt of truth. Adana Chechi. അതെ. Okay. We have to wear the belt of truth, the breastplate of righteousness. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ, അത് ഒന്ന് വായിച്ചേ രൂപൻ. Verse 14, Ephesians chapter 6 verse 14, stand firm then with the belt of truth buckled around your waist, breastplate of righteousness in place, your feet fitted with the readiness that comes. അതായത് ബക്കിൾഡ് അറൗണ്ട് ദ വേസ്റ്റ്, അതായത് നീതി എന്ന കവചത്തെ പിടിച്ചു വെക്കാനാണ് ഈ സത്യം എന്ന അരക്കച്ച നടുക്ക് കെട്ടുന്നത്. നീതി എന്ന കവചം കുറച്ച് ലോങ് ആയിട്ടത് കിടക്കുന്നതാ, പക്ഷെ ഈ അതിനെ പിടിച്ചു നിർത്തുന്നത് സത്യം എന്ന അരക്കച്ചയാ. ഇതിന്റെ പിന്നിലൊരു വലിയ മർമ്മമുണ്ട്. There is the breastplate of righteousness. Because it's a breastplate, it will be a little long. So the belt of truth will hold the breastplate of righteousness. അതായത് നമ്മൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. ആ സത്യം ദൈവത്തിന്റെ വചനമാണ്. ആ സത്യം യേശുക്രിസ്തുവാണ്. Only the truth can set you free. The truth is the word of God, and this word of God is Jesus Christ. ആ സത്യമാണ് നീതി എന്ന കവചത്തെ നമ്മളെ പിടിച്ചു നിർത്തി
നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും അതിനെ റിന്യൂ ചെയ്യുന്നത്. This truth is holding the breastplate of righteousness and keep on renewing us every day. പിന്നെ അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രം. നമ്മുടെ ആ മൈൻഡിനെ, നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു ബോധ്യം വേണം, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെന്നുള്ള വിചാരമാണ് ആ രക്ഷ എന്ന ശിരസ്ത്രത്തെ കാണിക്കുന്നത്. Next is the helmet of salvation, which we place upon our head. So this is the salvation that God gives us. 15-ാമത്തെ വചനത്തിൽ പറയാണ്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അതായത് നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമാധാനമായിരിക്കണം നമ്മുടെ ചെരുപ്പ്. അല്ലാതെ നമ്മൾ ലോകത്തിന്റെ യുദ്ധം പോലെ നമ്മൾ ഓടിച്ചെന്ന് സമാധാനമില്ലാതെ വെട്ടുന്നതല്ല. സമാധാനത്തിൽ നിന്ന് വരുന്ന ഒരു യുദ്ധമാണ് ഇവിടെ പറയുന്നത്. Here the Bible says that what you receive from the word of God will be peace, and this peace must be there in your heart when you meditate on the word of God. You cannot get this peace from doing the things of the world or pleasure of the world. Only you have to receive it from the word, then that peace will make you to stand strong. 16-ാമത്തെ വചനം പറയുന്നു, എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. Verse 16 says, carry the shield of faith so that you can stop all the arrows of the enemy. ഇതാണ് ദുഷ്ടൻ അയക്കുന്ന ഭോഷ്കുകളും നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇല്ലാത്ത കാര്യങ്ങളും എല്ലാമാണ് ഈ തീയമ്പുകൾ. ഇതിനെ തടുക്കണമെങ്കിൽ ഒരു കയ്യിൽ വിശ്വാസം എന്ന പരിചയം, മറ്റേ കയ്യിൽ വചനം എന്ന വാളും നമുക്ക് വേണം. So the devil will send so many lies into your life like arrows. How we can stop these arrows? With the faith we need to stop the arrows on one side, and with the word of God in the other side. ദൈവവചനത്തിൽ നിന്നുള്ള കോൺഫിഡൻസ് കൊണ്ട്, ആ വിശ്വാസം എന്ന പരിച ഒരു കയ്യിൽ വെച്ച് ദൈവവചനത്തിന്റെ കോൺഫിഡൻസ് കൊണ്ട് വെട്ടി വെട്ടി മുന്നേറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. How we have the faith of God on one side, we have the confidence from God, from the word of God. With that confidence we cut down every arrow and go forward. ഇത്രയും കാര്യങ്ങൾക്ക് പുറമെ ഇനി അടുത്തത് വേണ്ടത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. Now after doing all this, Bible tells us that you need to pray in the spirit on all occasions with all kinds of prayer and requests. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പുവിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. In the book of James we see that you need to resist the devil will flee from you. Hallelujah. ഇനി ഞാൻ ഒരുപാട് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. 2 സ്ട്രാറ്റജീസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് ഡിസെപ്ഷൻ ആണ്, ഒന്ന് ടെംപ്ടേഷൻ ആണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യണമെന്നും നമ്മൾ വചനത്തിൽ നിന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. ഈ ഒരു ഉപവാസ പ്രാർത്ഥന വെറും ഒരു ചടങ്ങായി മാറാതെ, ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ഈ സത്യം എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നോ, അന്നാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്ട്രോങ് ഹോൾസും തകരാനായി തുടങ്ങുന്നത്. ഇനി നമ്മൾക്ക് ക്രിസ്തുവിൽ ജയജീവിതത്തോടെ മുന്നേറാം. Deception and how he comes with temptation. So we learn from the word how to overcome this temptation and this deception. From the day we implement this in our life, from that day only we can see the great victory God gives us. ഈ വചനങ്ങളോടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാവട്ടെ. May God bless you with this word of God.